ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് വേൾഡ് കപ്പ് ടീമിനെ ഏറെക്കുറെ കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ചില പൊസിഷനുകളിൽ മാത്രമാണ് സംശയമുള്ളത്. അതിൽ മധ്യനിരയിൽ ഒരു പൊസിഷൻ അവശേഷിക്കുന്നുണ്ട്. ആ സ്പോട്ടിന് വേണ്ടി 3 താരങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ്രേ സാന്റോസ്, ലുക്കാസ് പക്കേറ്റ, ഗബ്രിയേൽ സെറ, ഈ 3 താരങ്ങളാണ് ആ ഒരൊറ്റ സ്പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഏതായാലും ലുക്കാസ് പക്കേറ്റ ഇപ്പോൾ നല്ല രൂപത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മികച്ച ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ നേടിയിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ഫ്ലമംഗോയ്ക്ക് വേണ്ടിയാണ് ലുക്കാസ് പക്കേറ്റ കളിക്കുന്നത്. ഒരു ഗോൾ, 3 ഷോട്ടുകൾ, അതിൽ 2 ടാർഗറ്റിലേക്ക്, 80 പാസുകളിൽ 67 കംപ്ലീറ്റ് ചെയ്തു, 94 ടച്ചുകൾ, 12 ഡുവലുകളിൽ 7 ഡുവലുകൾ വിജയിച്ചു, 2 ഡ്രിബിളുകളിൽ 2 കംപ്ലീറ്റ് ചെയ്തു, 3 ടാക്കിളുകൾ, 2 ഫൗളുകൾ സഫർ ചെയ്തു. സോഫ സ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 8.5 ആണ്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടാൻ ഈ മധ്യനിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 5-6 മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഫ്ലമംഗോക്ക് വേണ്ടി ലുക്കാസ് പക്കേറ്റ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോമിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വേൾഡ് കപ്പ് സ്പോട്ടിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണ്. ആൻഡ്രേ സാന്റോസും ഗബ്രിയേൽ സെറയുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വെല്ലുവിളികൾ ഉയർത്തുന്നത്. ഇനി എസ്റ്റവായോ വില്ലനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. പക്ഷെ പരിക്ക് ഗുരുതരമല്ല, ഒരു മൈനർ ഇഞ്ചുറി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ എസ്റ്റവായോ വില്ലനെ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ്. വേൾഡ് കപ്പിന് എസ്റ്റവായോ വില്ലൻ അവൈലബിൾ ആയിരിക്കും. അപ്പോഴേക്കും അദ്ദേഹം ഓക്കെ ആകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രസീലിയൻ താരത്തിന്റെ കാര്യത്തിൽ ഇനി ആശങ്കകൾക്ക് സ്ഥാനമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.